പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ വൈറ്റ് സാരീസിൻ്റെ കളക്ഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഷിഫോൺ സാരിയാണ് കേട്ടോ. ഇതിൽ സെൽഫായിട്ടുള്ള ഡിസൈൻ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഈ സാരിയിൽ ഫുള്ളായിട്ടും അങ്ങനെയാണ് വരുന്നത്. ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്, ഒരു ഗ്രേ ലീഫ് ഒക്കെ ആയിട്ടും അതുപോലെ അതിൻ്റെ തന്നെ നല്ലൊരു ഡിസൈനിലാണ് ഇതിൻ്റെ ബോർഡറെല്ലാം വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സ്കാറ്റേഡായിട്ടും ഈ വർക്കുകൾ ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി പല മോഡലുകൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് കേട്ടോ. ഇത് വിത്ത് ബ്ലൗസും കൂടിയാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇത് ഷിഫോൺ മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ടും ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 675 ആണ്. ഇതൊക്കെ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ദുപ്പട്ടയായിട്ടും അതുപോലെ ടോപ്പായിട്ടും എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. അങ്ങനത്തെ മെറ്റീരിയലുകളാണ് ഇതെല്ലാം. ഇതും അതെ, ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ഇതും 675 ഇത് ഷിഫോണിലാണ് ഈ മെറ്റീരിയൽ വരുന്നത്. കണ്ടോ, ഇതെല്ലാം ഡിസൈൻ ഇങ്ങനെ തന്നെ വരുന്നു. ഇതൊരു ടെസറിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. പ്യുവർ വൈറ്റിൽ തന്നെ സെൽഫായിട്ടുള്ള വൈറ്റ് എംബ്രോയ്ഡറി വർക്കാണ് വരിക. ഇതിൽ പല്ലു ഇങ്ങനെയാണ് വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2385 ആണ്. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. ഒതുങ്ങിക്കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്, വെയ്റ്റ്ലെസ് ആണ്. ഇതൊരു സോഫ്റ്റ് ചന്തേരിയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1265 ആണ്. കട്ട് വർക്കാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഈ ബോർഡറിൽ കട്ട് വർക്കാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബോർഡർ വരിക. എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്നു. റേറ്റ് വരുന്നത് 1265 ആണ്. ഈ ഡിസൈൻ ഇവിടം വരെ ആട്ടോ വരുന്നുള്ളൂ. പിന്നെ പ്ലീറ്റ്സിൻ്റെ രണ്ട് വശത്തും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇത് ടെസറിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ഇങ്ങനെ വന്നിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. സൈഡ് ഈ എംബ്രോയ്ഡറി വർക്കും അതുപോലെ സ്കാലപ്പും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ബോഡി പാർട്ടിൽ സ്കാറ്റേഡായിട്ട് സെൽഫ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, ഒതുങ്ങിക്കിടക്കുന്ന ഒരു മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2725. പല റേറ്റിലുള്ള സാരികളാട്ടോ ഞാൻ കാണിക്കുന്നത്. കൂടിയ റേഞ്ചിൻ്റെ ഉണ്ട്, കുറഞ്ഞതുമുണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അതെല്ലാം നോക്കി കറക്റ്റായിട്ട് അതിൻ്റെ ഡിസൈന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. ഇങ്ങനെയാണ് ഇത് വരിക. വെയ്റ്റ്ലെസ്സാണ് സാരി. ഈ ഡിസൈൻ ഈ ഭാഗത്ത് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ അങ്ങനെ രണ്ട് സൈഡിലും വരുന്നത്. പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇതൊരു സോഫ്റ്റ് ചന്തേരിയിലാണ് വരുന്നത്. ഇത് നമുക്കൊരു അഫോർഡബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത്. 559 ആ റേറ്റിലാണ്. വിത്ത് ബ്ലൗസാണ്. ഇതിൻ്റെ സൈഡിൽ ഒരു ത്രെഡ് വർക്ക് തിക്കായിട്ട് വരുന്നു. അതുപോലെ ബോഡി പാർട്ടിൽ ഈ ചെറിയ എംബ്രോയ്ഡറി വർക്കുകൾ ഫുള്ളായിട്ടും വരുന്നു. പ്യുവർ വൈറ്റിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൽ ഫുള്ളായിട്ടും വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് സെൽഫായിട്ട് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. വേണ്ടോ, സെൽഫായിട്ട് തന്നെയാണ് വരുന്നത്. ഇതൊരു സോഫ്റ്റ് സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം ഇത് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1685 ആണ്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ബോഡി പാർട്ടിൽ സ്കാറ്റേഡായിട്ട് തന്നെ ഈ ഡിസൈൻ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബോർഡർ ഇങ്ങനെയാണ്. ഈ ബോർഡർ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പല്ലു എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരിക. ഇതിൽ ഒരു അക്കോബ ഡിസൈനായിട്ട് ഫുള്ള് വരുന്നു. ഫുള്ള് വൈറ്റ് ത്രെഡ് വർക്കും ബോർഡറിൽ ഇങ്ങനെയാണ് ബോർഡർ വരിക.
ഇത് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ടോപ്പ്, ദുപ്പട്ട ഇതും കൊണ്ട് ചെയ്തിട്ട് വേറൊരു വൈറ്റ് ബോട്ട ഇട്ടാലും നമുക്ക് അങ്ങനെയും നമുക്ക് നല്ലൊരു വൈറ്റ് ചുരിദാറായിട്ടും ഇതിനെ യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1245 ആണ്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ടും ഈ ഡിസൈൻ ഇങ്ങനെ വരുക, വിത്ത് ബ്ലൗസും കേട്ടോ. പക്ഷെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതേ ഡിസൈൻ തന്നെ ഫുള്ളായിട്ടും പോകുന്നു. പ്യുവർ വൈറ്റിൽ വരുന്ന ഒരു കട്ട് വർക്ക് സാരിയാണ് ഇത്. ടെസറാണ് മെറ്റീരിയൽ, ടെസറും സിൽക്കും കൂടെ ബ്ലെൻഡ് ചെയ്തൊരു മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. നല്ല ഭംഗിയുള്ള കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക്, സൈഡ് സ്കാലപ്പ് വർക്കും ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു, രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2150 ആണ്. ഇതാണ് ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു, തിക്കായിട്ടുള്ള ആ ബോർഡറും വരുന്നു. ഇതൊരു സോഫ്റ്റ് ഓർഗൻസയിലാണ് വന്നിരിക്കുന്ന പ്യുവർ വൈറ്റിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. പല്ലു പോർഷനാണിത്. ഇതൊരു പ്രീമിയം കളക്ഷനിലുള്ള ഒരു സാരിയാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ക്രോഷ്യോ ലേസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ലേസും ഇതിൻ്റെ സൈഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. ഇത് ഉടുക്കാനായാലും നമ്മൾക്ക് നല്ല ഭംഗിയായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. നമുക്കറിയാമല്ലോ, ഓർഗൻസ സാരി എത്ര റഫ് യൂസ് ചെയ്താലും യാതൊരു പ്രോബ്ലം ഇല്ലാത്ത ഒന്ന് തന്നെയാണ്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനാണ്. സൈഡിൽ ഈ ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4265 ആണ്. ഇതും പ്യുവറായിട്ട് വരുന്ന ഒരു കട്ട് വർക്ക് സാരിയാണ്. ഇതിൽ കട്ട് വർക്ക്, എംബ്രോയ്ഡറി വർക്ക്, മൈന്യൂട്ടായിട്ടൊരു സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2895 ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു പോർഷൻ എങ്ങനെയാണ് വരിക? നല്ല ഭംഗിയുള്ള ഡിസൈനാട്ടോ. ഇതിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്, ആ എംബ്രോയ്ഡറി വർക്കിലാണ് മൈന്യൂട്ടായിട്ട് സീക്വൻസ് വർക്ക് വരിക. പിന്നെ ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നു. പിന്നെ ആ ഒരു ഫ്ലവർ, അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ പോയിരിക്കുന്നത്. സൈഡ് സ്കാലപ്പ് വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അങ്ങനെ ഒത്തിരി കനമുള്ളൊരു മെറ്റീരിയലൊന്നുമല്ല, പക്ഷേ ട്രാൻസ്പെറൻ്റ് അല്ല. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്ലെയിനാണ് ബ്ലൗസ് പീസ് വരുന്നത്. രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതും സോഫ്റ്റ് ചന്തേരി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആപ്ലിക് വർക്കും ബീഡ്സ് വർക്കും. പക്ഷേ ഇതിൻ്റെ ഡിസൈനിൽ സ്വല്പം ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ കാണിച്ചത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ആപ്ലിക് വർക്ക്, ബീഡ്സ് വർക്ക് ഇതിൽ ഫുള്ളായിട്ടും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2225 ആണ്. 2225. ആ റേറ്റിന് കാണുമ്പോൾ തന്നെ അറിയാലോ, കാരണം ഇത്രയും വർക്കുകൾ, ആപ്ലിക് വർക്കും അതുപോലെ ബീഡ്സ് വർക്കും ഇതിൽ വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഈ സൈഡിലും വരുന്നുണ്ട്. ഇങ്ങനെയാണിത് ഓൾ ഓവർ വരിക. ഇതും പ്യുവർ വൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൽ ആപ്ലിക് വർക്കും അതുപോലെ ബീഡ്സ് വർക്കും കൂടി വന്നിരിക്കുന്നത്. നമുക്ക് ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് വെയർ ചെയ്ത് നിൽക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാരീസ് അല്ല ഇതൊന്നും. ഇതുണ്ടോ, ഇതിൽ ഈ ആപ്ലിക് വർക്ക് അതോടൊപ്പം തന്നെ ബീഡ്സ് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ചന്തേരിയിലും കൂടിയാണ്. അപ്പോൾ എന്നാ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചന്തേരി സിൽക്ക് നമുക്ക് വെയർ ചെയ്യാൻ എളുപ്പമാണ്, ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ, നമ്മുടെ ഈ ബോർഡറിൽ വന്നേക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ ഈ പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗവും അതുപോലെ ഈ ഭാഗത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ടും ഈ ആപ്ലിക് വർക്കും ബീഡ്സ് വർക്കും കൂടെ വരുന്നുണ്ട്.
ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ വരുന്നത്. ഹാഫായിട്ട് തന്നെ ആ ഡിസൈൻ വരുന്നുണ്ട്. ഇത് പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. പ്രിൻ്റാണ് കേട്ടോ. ഇത് വിത്ത് ബ്ലൗസാണ്. റേറ്റ് വരുന്നത് 865. പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്നു. ഇതേലും പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 865 ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. വിത്ത് ബ്ലൗസാണ്. അതുപോലെ സൈഡിലും ബോർഡറിലും പിസ്ത ഗ്രീൻ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1325 ആണ്. തന്നെ മറ്റൊരു ഷെയ്ഡാണ് ഇത്. ഇത് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇത് ബോർഡർ വരുന്നു, പല്ല് വരുന്നു. റേറ്റ് 1325 ആണ്. ഇത് പ്യുവർ കോട്ടണിൽ തന്നെ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസ് പീസിനാണ് ഇതിനേറെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1339 ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ കോട്ടണിൽ തന്നെ ഫുള്ളായിട്ടും ഡിസൈൻ വരുന്നു. അതുപോലെ സ്ലീവിൽ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഇത് പ്യുവർ വൈറ്റാണ്, പക്ഷേ ഷിഫോണിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതെല്ലാം സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഈ ബോർഡറും വന്നിരിക്കുന്നത്. ഞാൻ ഇതിന് മുൻപ് ഒരു കോട്ടൺ കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ഇതും ചെയ്യാം. കാരണം ഇതിന് പ്രത്യേകിച്ചൊരു പല്ലോ ഒന്നുമില്ല. വിത്ത് ബ്ലൗസാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. ഇത് നമുക്കൊരു ചുരിദാർ ചെയ്യുവാണെങ്കിൽ ടോപ്പും വിത്ത് ഷോളും കൂടെ ഇതിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1095 ആണ്. ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ വരുന്നത്. ഇതിൻ്റെ തന്നെ ഡിസൈനിൽ സ്വല്പം ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ ഡിസൈനിൽ മാത്രം കേട്ടോ മാറ്റമുള്ളൂ. ബാക്കിയെല്ലാം സെയിം. ഉണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. 1095 റേറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. എംബ്രോയ്ഡറി വർക്കാണ് വരിക ഫുള്ളായിട്ടും. 1095 ഈ സാരി വന്നിരിക്കുന്നത്. കണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ബോർഡർ വിത്ത് ബ്ലൗസാണ്. ഇങ്ങനെയാണ് ഇത് വരിക. ഇതും പ്യുവർ വൈറ്റ് തന്നെ കോട്ടാ സാരിയാണ്. ക്രോഷ്യോ സ്റ്റിച്ചാണ് ഇതിൽ ഫുള്ളായിട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1435 ആണ്. അപ്പോൾ ഞാൻ ഈ വൈറ്റിൻ്റെ ഒത്തിരി കളക്ഷൻസ് കാണിച്ചു. ഇതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.